വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. പ്രിട്ടി മിസ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്, ചാപ്റ്ററൊക്കെ പഠിച്ചു മിസ്, പക്ഷേ ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് ഐഡിയ ഇല്ല, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, പുതിയ സിലബസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നമ്മുടെ കയ്യിലില്ല. ശരിയാണ്, നിങ്ങൾ ഈ ബയോളജിയിലെ ഏറ്റവും പുതിയൊരു ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ സീനിയേഴ്സ് ഒന്നും പഠിക്കാത്ത ഒരു പുതിയ ടോപ്പിക്കാണ്. കാരണം ഇത് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത് +1 +2 ആണ്. അപ്പം 8ാം ക്ലാസ്സിൽ പഠിച്ചതിന് ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണെങ്കിൽ കൂടെ 9ൽ ഈ ഒരു സിലബസിലാണ് ഇങ്ങനെ ഒരു ചാപ്റ്റർ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ക്വസ്റ്റ്യൻസ് വൈസ് നമുക്ക് ആ കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചു പോകാം. സോ നേരെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് മിസ് പോവാണ്. വിച്ച് ആർ ദ ന്യൂ കിങ്ഡംസ് ക്രിയേറ്റഡ് ബൈ ഡിവൈഡിങ് ദ കിങ്ഡം ഓഫ് മൊനീറ ഇൻടു 2? കിങ്ഡം മൊനീറയെ 2ആയി വിഭജിച്ചുണ്ടാക്കിയ പുതിയ കിങ്ഡങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ പഠിക്കുന്നുണ്ട്, കാൾ വൂസ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ 3 ഡൊമൈൻസ് കൊണ്ടുവരുന്നുണ്ടെന്ന്. ഇവിടെ പറയുന്നത് കിങ്ഡം മൊനീറയെ എത്ര ഭാഗമായി തിരിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. കിങ്ഡം മൊനീറയിൽ നമുക്കറിയാം ബാക്ടീരിയ ആൻഡ് ആർക്കി ആയിട്ട് തിരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം ബാക്ടീരിയ ആൻഡ് ആർക്കിയാണ് ആക്കിയിട്ടുള്ളത്. രണ്ടാമത്തേതോ, വിച്ച് ക്ലാസിഫിക്കേഷൻ ലെവൽ ഈസ് കമ്മിങ് എബൌവ് ദ കിങ്ഡം? കിങ്ഡത്തിന് മുകളിൽ വരുന്ന വർഗീകരണ തലം ഏതാണെന്ന് ചോദിക്കുന്നു. കിങ്ഡത്തിന് മുകളിലായിട്ടാണ് ഒരെണ്ണം കൂടെ ടാക്സോണമി ഹൈറാർക്കി വന്നിട്ടുള്ളത്. കാൾ വൗസ് ആണ് അത് കണ്ടെത്തിയത്. അതിനെ നമ്മൾ പറയുന്നതാണ് ഡൊമൈൻ അല്ലെ, ഡൊമൈൻ എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. മൂന്നാമത്തെ നോക്കുക, ഐഡന്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്. യൂക്കാരി തന്നിട്ടുണ്ട്, പ്രൊട്ടിസ്റ്റ, ആർക്കി ആണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ. അപ്പൊ യൂക്കാരി എന്ന ഒരു ഡൊമൈനിലുള്ള കിങ്ഡം ആണെന്ത്, കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കി എന്ന് പറയുന്ന ഒരു ഡൊമൈനിലുള്ള കിങ്ഡം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? അത് ആർക്കിയെ തന്നെയാണ് വരിക അല്ലേ. കാരണം ആർക്കി എന്ന് പറയുന്ന ഡൊമൈനിലെ കീഴിൽ വരുന്ന കിങ്ഡം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? അത് ആർക്കിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഏതാണ്? ആർക്കിയ തന്നെയാണ് ആൻസർ വരിക. ഇനി അടുത്ത് നോക്കുക, വിച്ച് ഗ്രൂപ്പ് ഇൻക്ലൂഡ് ഓൺലി ദ കിങ്ഡംസ് ഓഫ് ഡൊമൈൻ യൂക്കാരിയ എന്നാണ് ചോദ്യം. അതായത് യൂക്കാരിയയിൽ അല്ലെങ്കിൽ ഡൊമൈൻ യൂക്കാരിയയിൽ അടങ്ങിയിട്ടുള്ള കിങ്ഡംസ് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ബാക്ടീരിയ ആർക്കിയ വരുന്ന ഒരിക്കലും എവിടെ വരില്ല, യൂക്കാരിയയിൽ വരില്ല. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് നോക്കാം, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ അല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ഐഡന്റിഫൈ ആൻഡ് നെയിം ഫൈല വിത്ത് ഗിവൻ ഫീച്ചേഴ്സ്. മെറൈൻ ഓർഗാനിസം വിത്ത് സ്പൈനി ബോഡി, സെഗ്മെന്റഡ് ബോഡീസ് ഓർഗാനിസം. ഇതുപോലെ നമുക്ക് ചില കിങ്ഡത്തിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫൈലത്തിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് തന്നിട്ട് ഏത് കിങ്ഡമാണ് ഏത് ഫൈലമാണ് എന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇവിടെ നോക്കുക, മെറൈൻ ഓർഗാനിസം ആണ് വിത്ത് സ്പൈനി ബോഡി അല്ലേ. മുള്ളുകളുള്ള ശരീരത്തോട് കൂടിയ സമുദ്ര ജീവികൾക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ എക്കൈനോഡെർമേറ്റയാണ്. ഏതാണ്? എക്കൈനോഡെർമേറ്റ അല്ലേ, അല്ലെങ്കിൽ എക്കിനോഡെർമേറ്റ എന്ന് നമുക്ക് പറയാം, എക്കിനോഡെർമേറ്റ. ഇനി സെഗ്മെന്റഡ് ബോഡീഡ് ഓർഗാനിസം, ശരീരം എന്ത് ചെയ്തു, ഇതുപോലെ ഖണ്ഡങ്ങളാക്കിയിട്ടുള്ള ശരീരമുള്ളത് ഏതാണെന്നാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ അനിലിഡയാണ്. അനിലിഡ നമ്മൾ മണ്ണിരയിലൊക്കെ കാണുന്നത് അനിലിഡയാണ്. അപ്പോൾ ഇതുപോലെ ചോദ്യം വന്നാൽ എഴുതാൻ ശ്രദ്ധിക്കുക. ആൻസേഴ്സ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ക്ലാസ് ആംഫീബിയ? തന്നിരിക്കുന്നവയിൽ ക്ലാസ് ആംഫീബിയയുടെ സവിശേഷതകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കെയിൽസ് ആർ ദർ ഇൻ ദ ബോഡി അല്ലെ, ശരീരത്തിൽ ശൽക്കങ്ങളുണ്ട്. 2, കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ, കരയിലും ജലത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്നവരെ കണ്ടെത്താനാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഏതാ? മോയിസ്റ്റ് ആൻഡ് സ്ലൈമി സ്കിൻ, ദെൻ ബോഡി ഈസ് കവേർഡ് വിത്ത് ഹെയർ ഓർ ഫർ. ഈർപ്പവും വഴുവഴുപ്പുമുള്ള ത്വക്കുണ്ട്, അതുപോലെ രോമങ്ങളാൽ പൊതിഞ്ഞ ശരീരം. അപ്പം ഇതിൽ പെക്യുലാരിറ്റി ഓഫ് ക്ലാസ് ആംഫീബിയാണ് ചോദിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ ആണ് അല്ലേ. അവർക്ക് കരയിലും ജലത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്നു. അവരല്ലേ അവരുടെ ആംഫീബിയയുടെ ഗ്രൂപ്പിൽ വരിക. യെസ്, അപ്പോൾ ആംഫീബിയ ഗ്രൂപ്പിൽ വരുന്നത് 1 നമുക്ക് കിട്ടി. ബോഡി ഈസ് കവേർഡ് വിത്ത് ഹെയർ ഫർ വരുമോ? ഇല്ല. മോയിസ്റ്റ് ആൻഡ് സ്ലൈമി സ്കിൻ ആണെന്ന് നമുക്ക് പറയാം. ഈർപ്പവും വഴുവഴുപ്പും ഉള്ള ത്വക്കാണെന്ന് പറയാവോ? ആംഫീബിയൻസിൻ്റെ ഒരു പ്രത്യേകത ആണോ അത്? നമ്മൾ ഓരോ ഗ്രൂപ്പ് പഠിക്കുമ്പോഴും അതിൻ്റെ പ്രത്യേകത പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആംഫീബിയൻസിൻ്റേത് നമ്മൾ ആ ഗ്രൂപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ ഒന്നിച്ച് പഠിക്കുന്നതാണ്. അപ്പം ആംഫീബിയൻസിൻ്റെ പ്രത്യേകത നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ അവർ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കാൻ എന്ത് വേണം? ലാൻഡും വേണം, വാട്ടറും വേണം എന്നുള്ളത് ഇത് പ്രോപ്പറായിട്ട് തന്നെ പഠിക്കാം.
ഇനി അടുത്ത് നോക്കാം. അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ശരി ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ശരി ഉത്തരം തിരഞ്ഞെടുക്കാൻ. ബോഡി ഓഫ് ആൽഗെ ഈസ് കോൾഡ് താലസ്. ഓക്കെ, ബോഡി ഓഫ് ആൽഗെ എന്ന് പറയുന്നത് താലസ് ആണെന്ന് പറയുന്നു. ശരീരം താലസ്. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ജിംനോസ്പേംസ് ആർ കോൾഡ് കോൺസ്. ജിംനോസ്പേമുകളുടെ പ്രത്യുൽപാദന ഭാഗങ്ങൾ കോണുകൾ എന്നറിയപ്പെടുന്നു. വാസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെന്റ് ഇൻ ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റയിൽ സംവഹന കലകളില്ല. സൈലം വെസൽസ് ആർ ആബ്സെന്റ് ഇൻ ആൻജിയോസ്പേം. ആൻജിയോസ്പേമുകളിൽ സൈലം വെസലുകൾ കാണപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഏത് പറയാം? നാലാമത്തെ എന്തായാലും തെറ്റാണ്. കാരണം ആൻജിയോസ്പേംസിൽ എല്ലാ വെസൽസും സൈലം റെക്കീഡുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം 1, 2, 3 യെസ്, 1, 2, 3 ശരി, 4 തെറ്റ് അല്ലേ? ഓപ്ഷൻ 1 അല്ലേ കറക്റ്റ്? ബാക്കിയെല്ലാം കറക്റ്റായിട്ട് തന്നെയല്ലേ വന്നിട്ടുള്ളത്? യെസ്, ഓക്കെ. ഇനി ഐഡൻറ്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ടെറിസ് ടെറിഡോഫൈറ്റയിലാണ് വരുന്നത്. സൈക്കസ് ഏതിൽ വരുന്നു? സൈക്കസ് നമ്മുടെ ജിംനോസ്പേമിലാണ് വരിക. ജിംനോസ്പേം. ഓക്കെ, അടുത്ത് നോക്കിക്കേ. നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ് ആൻഡ് വൈ. ചിത്രത്തിൽ എക്സ് വൈ എന്ന് അടയാളപ്പെടുത്തിയ ഭാഗങ്ങളുടെ പേര് എഴുതാനാണ്. ഈ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം തന്നെയാണ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും എഗ്സ് എന്ന് പറയുന്നത് എന്താണ്, വൈ എന്ന് പറയുന്നത് എന്താണ്. ഇതൊരു വൈറസ് ആണ് അല്ലേ? വൈറസിലെ എഗ്സ് എന്ന് പറയുന്നത് ക്യാപ്സിഡ് ആണ്. ക്യാപ്സിഡ് ആണ്. വൈ എന്ന് പറയുന്നതോ എക്സ് എന്ന് പറയുന്നത് ക്യാപ്സിഡ് ആണ്. വൈ എന്ന് പറയുന്നതോ ജനറ്റിക് മെറ്റീരിയൽ ആണ്. ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ജനിതക വസ്തു. ക്ലിയർ ആയോ? അപ്പോൾ കണ്ടാലും നന്നായിട്ട് മനസ്സിലാക്കി എഴുതാൻ ശ്രദ്ധിക്കുക. എഗ്സ് എന്ന് പറയുന്ന വൈറസിന് പുറമേ കാണുന്ന ഒരു പ്രോട്ടീൻ കോട്ടിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ DNA അല്ലെങ്കിൽ RNA പോലത്തെ ഒരു ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് വൈ എന്ന് പറയുന്ന ജനിതക വസ്തു. അപ്പോൾ ഇതുപോലെ ചിത്രം തന്നിട്ടും അടയാളപ്പെടുത്താൻ ചോദിക്കും. ദെൻ make corrections if any in the underlined portions of given statement എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്പീഷ്യസ് ഈസ് ദ ടാക്സോണമിക്കൽ ലേബൽ പ്ലേസ്ഡ് എബവ് ദ കിങ്ഡം. ആണോ? കിങ്ഡത്തിന് മേലെയാണോ സ്പീഷ്യസ് ഉള്ളതല്ല. അതിനെ നമ്മൾ പറയുന്നത് എന്താണ് ഡൊമൈൻ എന്നാണ്. ഡൊമൈൻ എന്നാണ് പറയുക. കിങ്ഡത്തിന് മുകളിലായി ഉൾപ്പെടുത്തിയ വർഗീകരണം എന്ന് പറയുന്നത് ഡൊമൈൻ എന്നാണ്. പിന്നെ വെർട്ടിബ്രേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ സബ് ഫൈലം വെർട്ടിബ്രേറ്റ ഓഫ് ഫൈലം കോർഡേറ്റ ആണ് അല്ലേ? വെർട്ടിബ്രേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ സബ് ഫൈലം വെർട്ടിബ്രേറ്റ ഓഫ് ഫൈലം കോർഡേറ്റ. നട്ടലുള്ള ജീവികളെ ഫൈലം കോർഡേറ്റയിലെ വെർട്ടിബ്രേറ്റ എന്ന സബ് ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയാണോ? വെർട്ടിബ്രേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ സബ് ഫൈലം വെർട്ടിബ്രേറ്റ ഓഫ് ഫൈലം കോർഡേറ്റ. അത് ശരിയാണ്. ദെൻ മമ്മേലിയ ഈസ് എ ക്ലാസ് കണ്ടെയ്നിങ് ഓർഗാനിസം ദറ്റ് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അത് തെറ്റല്ലേ? മമ്മേലിയ അല്ലല്ലോ, ആംഫീബിയൻസ് ആണ് അല്ലേ? സോ ആംഫീബിയ എന്ന് നമുക്ക് പറയാം. ആംഫീബിയൻസിന് നമ്മൾ പറയുന്നതാണെന്ത്? ഉഭയജീവികൾ. കരയിലും ഉൾപ്പെടുത്തുന്നത് മമ്മേലിയ അല്ല, ഇത് തെറ്റാണ്. അവിടെ നമ്മൾ എഴുതേണ്ടത് ഉഭയജീവികൾ എന്നാണ്. അപ്പോൾ ഓരോ കോമൺ ഗ്രൂപ്പ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പഠിക്കണം. ആംഫീബിയ ഉണ്ട്, അതുപോലെ വെർട്ടിബ്രേറ്റ ഉണ്ട്, കോർഡേറ്റ ഉണ്ട്, പിന്നെ നമ്മൾ പിസസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഫില്ലിംഗ് ദി ബ്ലാങ്ക് സ്യൂട്ടബിളി ആണ്. എക്കിനോഡെർമേറ്റ തന്നിട്ടുണ്ട് അല്ലേ? എക്കിനോഡെർമേറ്റ അതിൽ ABCD ഏതാണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. മെറൈൻ ഓർഗാനിസം ആണ് വിത്ത് സ്പൈനി ബോഡി അല്ലേ? മറൈൻ ഓർഗാനിസം വിത്ത് സ്പൈനി ബോഡിയാണ്. മുള്ളുകളുള്ള ശരീരത്തോടു കൂടിയ സമുദ്രജീവിയാണ്. ഓക്കെ, മുള്ളുകളുള്ള ശരീരത്തോടു കൂടിയ സമുദ്രജീവി. എക്സാമ്പിൾ സ്റ്റാർ ഫിഷ്. എക്കിനോഡെർമേറ്റയിൽ വരുന്നതാണിത് സ്റ്റാർ ഫിഷ് എന്ന് പറയുന്നത്. ഇനി സെഗ്മെന്റഡ് ബോഡി ഓർഗാനിസം നമ്മൾ കണ്ടതാണ് അനിലിഡയാണ്. ഉദാഹരണമാണ് നമ്മുടെ എർത്ത് വേം അല്ലെങ്കിൽ മണ്ണിര. പിന്നെ ലീച്ച്, കുളയട്ട, ഏത് വേണമെങ്കിലും എഴുതാം. സ്മോൾ സോഫ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ബോഡീഡ് വേംസ്. ഫ്ലാറ്റ് വേംസിനെ നമ്മൾ പറയുന്നത് ഏത് ഗ്രൂപ്പിനെയാണ്? പ്ലാറ്റി ഹെൽമിന്തസ് എന്നാണ് അല്ലേ? പ്ലാറ്റി ഹെൽമിന്തസ്.
ആൻഡ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് പ്ലാനേറിയ. അപ്പം ഇതുപോലെ മാത്സ് ഫോളോയിങ് തരാം, ഫിൽ ഇൻ ദ ബ്ലോങ്സ് തരാം. അപ്പം ഓരോ ഗ്രൂപ്പിനും എക്സാമ്പിളും അതിൻ്റെ പ്രത്യേകതകളും പഠിക്കാം. ദ പെക്യുലാരിറ്റീസ് ഓഫ് സർട്ടൻ ഡിവിഷൻസ് ഓഫ് കിങ്ഡം പ്ലാന്റേ ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ആൻഡ് നെയിം ദ ഡിവിഷൻ ബൈ അനലൈസിംഗ് ദം. കിങ്ഡം പ്ലാന്റയിലെ ചില ഡിവിഷനുകളുടെ പ്രത്യേകതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. അവ വിശകലനം ചെയ്ത് ഡിവിഷനുകൾ തിരിച്ചറിഞ്ഞ് പേര് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ വാസ്കുലർ ടിഷ്യൂസ് പ്രസന്റ് റീപ്രൊഡക്ഷൻ ത്രൂ സ്പോസ്. കിങ്ഡം പ്ലാന്റ് ആണ് തന്നിട്ടുള്ളത്. ഓരോ ഡിവിഷന്റെ പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? റീപ്രൊഡക്ഷൻ ത്രൂ സ്പോസ് ആണ്. വാസ്കുലർ ടിഷ്യൂസ് പ്രസന്റ് ആണ്. ഇപ്പോൾ സ്പോസ് വരുന്നത് ഏതാണ്? ടെറിഡോഫൈറ്റ അല്ലേ? ടെറിഡോഫൈറ്റയാണ്. ക്ലിയർ ആണല്ലോ. ഇനി നോ ഫ്രൂട്ട്സ് ടു കവർ സീഡ്സ് റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ് ഉണ്ട്, പക്ഷെ എന്താ അവർക്ക് ഫ്രൂട്ട്സ് ഇല്ല. അവരാണ് ആര്? ജിംനോസ്പേം എന്ന് പറയുന്നത്. നമ്മൾ പേരിൽ തന്നെ പറഞ്ഞിരുന്നു ജിംനോസ്പേം അല്ലേ? നെയ്ക്കഡ് ആയിട്ടുള്ള സീഡ് ഉള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിംനോസ്പേംസ്. പിന്നെ നോ വാസ്കുലർ ടിഷ്യൂ റീപ്രൊഡക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗമീറ്റ്സ് ആൻഡ് സ്പോസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ബ്രയോഫൈറ്റ. പിന്നെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസന്റ് ഇൻ ഫ്ലവേഴ്സ്. ഫ്രൂട്ട്സ് ആർ സീൻ കവറിംഗ് ദ സീഡ്. ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പറയുന്നതാണ് ആൻജിയോസ്പേംസ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഗ്രൂപ്പുകൾ തന്നാൽ മനസ്സിലാക്കാൻ പഠിക്കണം ഓരോന്ന്. ഇപ്പോൾ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഇതുപോലെയാണ് ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകളും ഉദാഹരണങ്ങളും നിങ്ങൾ മാറിപ്പോവാതെ പഠിച്ചാൽ മതി. Then draw an evolution tree of the organism analyzing the given table. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതൊരു ചിലപ്പം 4 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ എവല്യൂഷൻ ട്രീ വരയ്ക്കാൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ചുവടെ നൽകിയ പട്ടിക വിശകലനം ചെയ്താൽ മതി. ഇപ്പോൾ സവിശേഷതകളൊക്കെ തന്നിട്ടുണ്ട്. വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ മാനിലേക്ക് വരുമ്പോൾ മാനിലെല്ലാം ഉണ്ട് അല്ലേ? വെർട്ടിബ്രൽ കോളം, 2 pairs ഓഫ് ലിംബ്, മമ്മറി ഗ്ലാൻഡ്സ്, പ്ലാസൻഡ. കാങ്കറു എടുക്കുമ്പോൾ പ്ലാസൻഡ ഇല്ല. ഫ്രോഗ് എടുക്കുമ്പോൾ മമ്മറി ഗ്ലാൻഡും പ്ലാസൻഡയും ഇല്ല. ഷാർക്ക് എടുക്കുമ്പോൾ വെർട്ടിബ്രൽ കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്കൊരു കോമൺ ഒരു ഫീച്ചർ നമ്മൾ എഴുതിയിട്ട് വേണം ഇത് എഴുതി തുടങ്ങാൻ. അപ്പോൾ എങ്ങനെ നമുക്കിതിനെ ആൻസറിലേക്ക് പോകാം? എങ്ങനെ നമുക്ക് എഴുതാം? ആദ്യം നമ്മൾ ഈ ഓരോരുത്തരെയും എഴുതുന്നു. ഷാർക്ക് അല്ലെങ്കിൽ സ്രാവ്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് എഴുതാം ഫ്രോഗ്, തവള. പിന്നെ കാങ്കറു, കങ്കാരു, പിന്നെ മനുഷ്യൻ. അപ്പോൾ എല്ലാം ഉള്ള ആ തന്ന ഓർഡറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഗാനിസംസ് റൈറ്റ് കോർണറിലേക്ക് എഴുതുന്നു. എങ്ങനെ ഇത് എഴുതേണ്ടതെന്ന് ഓർഡർ മിസ് പറഞ്ഞുതരാം. അപ്പോൾ ഇവരെ കോമൺ ആയിട്ട് ഈ റൈറ്റ് കോർണറിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 4ലേക്കും ഓരോ വര വരയ്ക്കണം. ഓക്കെ, 4ലേക്കും ഓരോ വര വരച്ചു. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞു തരിക കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കറിയാം മാനും കങ്കാരും. ഇതിൽ മാനിന് എന്തുണ്ട്? പ്ലാസൻ്റ ഉണ്ടല്ലോ. മാനിന് എന്തുണ്ട്? പ്ലാസൻ്റ ഉണ്ട്. ബാക്കി 3 ആൾക്കും ഇല്ല. അപ്പം മാനിന് പ്ലാസൻ്റ ഉണ്ട്. ഓക്കെ. ഇനി കാങ്കറൂനും മാനിനും ഒരേപോലെ ഉള്ളതാണ് എന്ത്? മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലേ? അതിനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. പാലുൽപാദക ഗ്രന്ഥികൾ. ഇത് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ഇനി ഇവർക്കും ഫ്രോഗിനും കൂടെ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഫ്രോഗും അതുപോലെ തന്നെ കാങ്കറൂനും 2 pairs ഓഫ് ലിംസ്. അത് ഫ്രോഗിനും കാങ്കറൂനും മാനിനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 pairs ഓഫ് ലിംസ് എഴുതാം. അതിവർക്കെല്ലാം ഉണ്ട്. പിന്നെ ഇവർക്ക് 4 ആൾക്കും കൂടി ഉള്ളതാണെന്ത്? വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. കണ്ടോ? ഇതുപോലെ നിങ്ങൾക്ക് എന്താ എവല്യൂഷണറി ട്രീ കുറച്ചുകൂടെ വൃത്തിയിൽ ഇതാ മിസ് എഴുതി തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ 4 ആൾക്കാരുടെ പേര് എഴുതുന്നു. എന്നിട്ട് ഓരോരുത്തരും കോമൺ ഉള്ളത് പുറത്തെടുത്ത് വന്നാൽ എല്ലാവർക്കും ഉള്ളത് ആദ്യം എഴുതുന്നു. ഇതുപോലെയാണ് എവല്യൂഷണറി ട്രീ എഴുതുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരു 4 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇത് വരയ്ക്കാൻ എന്തായാലും പഠിച്ചു വെച്ചാൽ 4 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. സോ ഈസി ആയിട്ട് വരയ്ക്കാൻ പഠിച്ചു വെക്കാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ഫോർമാറ്റിലാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇത് ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു പാഠമായതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ടാകും. ആൻഡ് നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ മിസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി തരികയാണ്. നമ്മൾ
ഓസ്റ്റിക്യൂത്തൈസ് ആൻഡ് കോൺട്രിക്ടൈസ് പഠിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓസ്റ്റിക്ടൈസ് ആൻഡ് കോൺട്രിക്ടൈസ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത ക്ലാസ് ആൻഡ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. സോ ടിൽ ദെൻ ബൈ ബൈ മക്കളെ, സീ യു സൂൺ.